നമസ്കാരം. ഇന്ന് 2 നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ തേടി വരാൻ ഇരിക്കുന്നത് എന്നും എന്തൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്ന് ഭവിക്കുക എന്നും ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. അതിനുവേണ്ടി നിങ്ങളേവരും ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കണം എന്നുള്ളതാകുന്നു. നിങ്ങൾക്കേവർക്കും തിരഞ്ഞെടുക്കുവാനായി 2 നമ്പറുകൾ വീതം ഇവിടെ നൽകിയിരിക്കുന്നു. അതിൽ ആദ്യത്തെ നമ്പർ 33 അല്ലെങ്കിൽ 33 ആകുന്നു. ഇനി രണ്ടാമത്തെ നമ്പർ 44 അല്ലെങ്കിൽ 44 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഇഷ്ടമുള്ള ഒരു നമ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം ഈ വീഡിയോ മുഴുവനായും കാണുവാൻ ഏവരും ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിച്ചേക്കാവുന്ന ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്കേവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു. എല്ലാവരും തന്നെ ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിക്കുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഫലങ്ങളിലേക്ക് കടക്കാം. ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ നമ്പറായ 33 അല്ലെങ്കിൽ 33 അഥവാ 33 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് ഉണ്ടാവുന്നത് എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാകുന്നു. അതുപോലെ തന്നെയാണ് പലപ്പോഴും പണ്ട് നടന്ന പല കാര്യങ്ങളെക്കുറിച്ചോർത്തും ഉള്ള വേദന ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെയാണ് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ട്. ഇപ്പോഴും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില രാത്രികളിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് ഇപ്രകാരമുള്ള ചിന്തയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. എന്നാൽ ഇനി എല്ലാ സങ്കടങ്ങളും മാറുവാൻ പോകുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ഏവരുടെയും ആഗ്രഹപ്രകാരം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാന ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കണമെന്നില്ല. എന്നാൽ ഇനി വരും നാളുകളിൽ ചില പ്രധാനപ്പെട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാകുന്നു. അതായത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യപൂർണമായ അവസ്ഥ, അതുപോലെ തന്നെ കുടുംബത്തിൽ എല്ലാവർക്കും സൗഖ്യം, കൂടാതെ നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഒഴിവാകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇതിനോടകം നിങ്ങൾ അർത്ഥമാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ നമ്പർ തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വെക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു. പലപ്പോഴും പല വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തെ കണ്ട് കൊതിക്കുന്നതാകുന്നു അല്ലെങ്കിൽ അസൂയപ്പെടുന്നതാകുന്നു. അപ്രകാരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏവർക്കും ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നതുമാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളേവരും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പലപ്പോഴും പല അവസ്ഥകളിലും ജീവിക്കുന്നവരായിരിക്കും. എന്നിരുന്നാൽ കൂടിയും സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ ചില വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വന്നു ചേരും. അല്ലെങ്കിൽ നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സന്തോഷകരമായ വാർത്തകൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളേവരും പ്രധാനമായും ചെയ്യേണ്ടത് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോടൊപ്പം ഇഷ്ടദേവതയുടെ മന്ത്രങ്ങളും നാമങ്ങളും നിത്യവും ഉരുവിടണം എന്നുള്ള കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രം നടത്തുന്ന സമയത്ത് ക്ഷേത്ര ദർശനത്തിനൊപ്പം നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുവാനും നിങ്ങളേവരും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും ജീവിതത്തിൽ വളരെയധികം കാര്യവിജയങ്ങൾ പോലും നേടിയെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.
ഇനി രണ്ടാമത്തെ നമ്പറായ 44 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ ധാരാളം സങ്കടങ്ങൾ ഇതിനോടകം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഇനി ജീവിതത്തിൽ ഒന്നും അനുഭവിക്കുവാൻ ബാക്കിയില്ല എന്നുള്ള മാനസികാവസ്ഥയിലാണ് നിങ്ങൾ എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നതാകുന്നു. അതുപോലെ തന്നെ പലരും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതായ ചില കാര്യങ്ങളാണ് ജീവിതത്തിൽ മുന്നേറുക, അല്ലെങ്കിൽ ധനപരമായി വളരെ ഉയർച്ചയിലെത്തുക എന്നുള്ളത് ഒക്കെ. എന്നാൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും പരാജയത്തിലാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരം പരാജയങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങളേവരും മനസ്സിലാക്കി വെക്കേണ്ടത്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാകുന്നു. ധനപരമായ ഉയർച്ച, സാമ്പത്തികമായ ഇടപാടുകളിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതെയാവുക, തൊഴിൽപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ആനുകൂല്യം അല്ലെങ്കിൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാവുക മുതലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യങ്ങൾ തന്നെയാകുന്നു. ഇത്തരം ഭാഗ്യങ്ങളോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളേവരും ആഗ്രഹിക്കുന്നതിനും ഒരുപടി മുകളിൽ നിങ്ങളുടെ ജീവിതം എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. വരും ദിനങ്ങളിൽ തന്നെ കുറഞ്ഞത് ഒരാഴ്ചക്കകം തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാകുന്നു. ധനയോഗം പോലും നിങ്ങളിൽ കാണാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നു ചേരാവുന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതായത് അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അതിനെ കമ്പയർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള താരതമ്യം മോശമായ കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്നുള്ളത് കൂടി നിങ്ങളേവരും മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാകുന്നു. പലപ്പോഴും നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാനിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി വരുന്ന നാളുകളിൽ തന്നെ അപ്രകാരത്തിലുള്ള ജീവിത രീതികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്നുള്ള കാര്യം ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതും അത് കമൻറ്റുകളായി അറിയിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇനി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ സാന്നിധ്യം, അല്ലെങ്കിൽ കടാക്ഷം, അല്ലെങ്കിൽ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുവാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വർദ്ധിച്ചിരിക്കുന്നു. ഇനി നാൾക്കുനാൾ വർദ്ധിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതോടൊപ്പം നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കൂടാതെ നിങ്ങളേവരും ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടദേവത നാമങ്ങൾ നിത്യവും ഉരുവിടുക മുതലായ കാര്യങ്ങളാകുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് അനുകൂലമാകുന്നതിനും കാര്യവിജയങ്ങൾ പോലും ജീവിതത്തിൽ നേടിയെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം. ഇനി പ്രധാനമായും ചെയ്യേണ്ടത് തൊഴിലിടങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളും ഇല്ലാതെയാകുവാനായി നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ശിവഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ പരമേശ്വരന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക എന്നുള്ളതാകുന്നു. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശത്രുക്കൾ മൂലമുള്ള പല ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാകും, അല്ലെങ്കിൽ ശത്രുദോഷം പല വിധേന നിങ്ങളെ ബാധിക്കുവാൻ ഇടയുണ്ട് എങ്കിൽ കൂടിയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു പോകുന്നതാകുന്നു. ഈ ഒരു കാരണത്താൽ തന്നെ നിങ്ങളേവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ കാണിക്കണം എന്നുള്ളത് അനിവാര്യം തന്നെയാണ്.